ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമെട്രിക് എൻക്രിപ്ഷൻ ടെക്നിക്കുകളാണ്. ആദ്യം നമുക്ക് ചില ബേസിക് ടെർമിനോളജീസ് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്ലെയിൻ ടെക്സ്റ്റ് ആണ്. പ്ലെയിൻ ടെക്സ്റ്റ് അതായത് നോർമൽ ടെക്സ്റ്റ്, ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ടെക്സ്റ്റിനെയാണ് പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കോൺസെപ്റ്റ് ആണ് സൈഫർ ടെക്സ്റ്റ്, അതായത് ഹ്യൂമൻ റീഡബിൾ അല്ലാത്ത ടെക്സ്റ്റ്, അതായത് കോഡഡ് ആയിട്ടുള്ള മെസ്സേജ്. അതിനാണ് സൈഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇനി സൈഫർ എന്ന് വെച്ചാൽ അൽഗോരിതം ഫോർ ട്രാൻസ്ഫോമിങ് പ്ലെയിൻ ടെക്സ്റ്റ് ടു സൈഫർ ടെക്സ്റ്റ്. അതായത് നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അൽഗോരിതത്തിനെയാണ് സൈഫർ എന്ന് പറയുന്നത്. ഇനിയുള്ളത് കീ, അതായത് ഇൻഫർമേഷൻ യൂസ്ഡ് ഇൻ സൈഫർ നോൺ ഓൺലി ടു സെൻഡർ ഓർ റിസീവർ. അതായത് നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റായി കൺവേർട്ട് ചെയ്യുമ്പം അതിൻ്റെ കൂടെ ഒരു സൈഫർ അൽഗോരിതമാണ് യൂസ് ചെയ്യുന്നത്. ഈ പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുമ്പം അതിൻ്റെ കൂടെ ഒരു സീക്രട്ട് ഇൻഫർമേഷൻ കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് കീ എന്ന് പറയുന്നത്. എൻസൈഫർ അല്ലെങ്കിൽ എൻക്രിപ്റ്റ്, കൺവേർട്ടിംഗ് പ്ലെയിൻ ടെക്സ്റ്റ് ടു സൈഫർ ടെക്സ്റ്റ്, അതിനെയാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഡീസൈഫർ അല്ലെങ്കിൽ ഡീക്രിപ്റ്റ്, റിക്കവറിങ് സൈഫർ ടെക്സ്റ്റ് ഫ്രം പ്ലെയിൻ ടെക്സ്റ്റ്. അതായത് സെൻഡർ റിസീവറിന് ഒരു മെസ്സേജ് അയച്ചു, അതിനെ ആ പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ചാനലിൽ കൂടെ അയച്ചു. അറ്റ് ദ എൻഡ് ഓഫ് റിസീവർ ആ സൈഫർ ടെക്സ്റ്റിനെ റിസീവ് ചെയ്തിട്ട് അതിനെ തിരിച്ച് പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതാണ് ചെയ്യുന്നത്. ആ തിരിച്ച് സൈഫർ ടെക്സ്റ്റിനെ പ്ലെയിൻ ടെക്സ്റ്റായി കൺവേർട്ട് ചെയ്യുന്നതിനെ ഡീക്രിപ്ഷൻ എന്നും, സെൻഡർ സൈഡിൽ പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെ എൻക്രിപ്ഷൻ എന്നും പറയും. അതിന് യൂസ് ചെയ്യുന്ന അൽഗോരിതത്തിനെ സൈഫർ എന്നും, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സീക്രട്ട് ഇൻഫർമേഷനെ, അതായത് സെൻഡറിനും റിസീവറിനും മാത്രം അറിയാവുന്ന സീക്രട്ടിനെ കീ എന്നും പറയും. ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് എൻക്രിപ്ഷൻ പ്രിൻസിപ്പിൾസ് ഓർ മെത്തേഡിനെയാണ് ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത്. ഇനി ക്രിപ്റ്റനാലിസിസ് അല്ലെങ്കിൽ കോഡ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് പ്രിൻസിപ്പിൾസ് ഓർ മെത്തേഡ് ഓഫ് ഡീസൈഫറിങ് സൈഫർ ടെക്സ്റ്റ് വിത്തൗട്ട് നോയിങ് കീ. അതായത് സിസ്റ്റത്തിൻ്റെ വൾനറബിലിറ്റി കണ്ടുപിടിച്ച് അതിനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതിനെയാണ് ക്രിപ്റ്റനാലിസിസ് അല്ലെങ്കിൽ കോഡ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. ക്രിപ്റ്റോളജി എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോഗ്രഫീനെയും ക്രിപ്റ്റനാലിസിസിനെയും ഒന്നിച്ചു പറയുന്നതാണ് ക്രിപ്റ്റോളജി. ഇനി സിമെട്രിക് എൻക്രിപ്ഷൻ, അതായത് നമ്മൾ പറഞ്ഞു പ്ലെയിൻ ടെക്സ്റ്റിനെ നമ്മൾ സൈഫർ ടെക്സ്റ്റായി കൺവേർട്ട് ചെയ്യുമ്പം അതിൻ്റെ കൂടെ സെൻഡറിനും റിസീവറിനും മാത്രം അറിയാവുന്ന ഒരു സീക്രട്ട് കൂടി ആഡ് ചെയ്യുന്നുണ്ട്, അതായത് ഒരു കീ കൂടി ആഡ് ചെയ്യുന്നുണ്ടെന്ന്. ആ കീയുടെ ബേസിലാണ് എൻക്രിപ്ഷനെ സിമെട്രിക് ആണോ അതോ അസിമെട്രിക് ആണോ എന്ന് പറയുന്നത്. സിമെട്രിക് ആണെങ്കിൽ അവിടെ സിംഗിൾ കീ ആവും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക, അസിമെട്രിക് ആണെങ്കിൽ അവിടെ 2 കീ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതാണ് സിമെട്രിക് സൈഫർ മോഡൽ. അതായത് ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ട്, അതിനെ സീക്രട്ട് കീയും എൻക്രിപ്ഷൻ അൽഗോരിതം യൂസ് ചെയ്ത് നമ്മൾ ചാനലിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്തു. അറ്റ് ദ എൻഡ് ഓഫ് റിസീവർ ആ സീക്രട്ട് കീയും ഡീക്രിപ്ഷൻ അൽഗോരിതം യൂസ് ചെയ്തിട്ട് സൈഫർ ടെക്സ്റ്റിൽ നിന്ന് പ്ലെയിൻ ടെക്സ്റ്റ് റിട്രീവ് ചെയ്തെടുത്തു. അതാണ് ഈ ഫിഗർ കാണിച്ചേക്കുന്നത്. ഇനി ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇതിനൊരു സ്ട്രോങ് ആയിട്ടുള്ള എൻക്രിപ്ഷൻ അൽഗോരിതം വേണം, ഒരു കോമൺ സീക്രട്ടും വേണം. മാത്തമാറ്റിക്കലി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മൾക്ക് പ്ലെയിൻ ടെക്സ്റ്റ് എക്സ് ഉണ്ട്, ഒരു എൻക്രിപ്ഷൻ അൽഗോരിതം ഇ ഉണ്ട്, അത് എൻക്രിപ്റ്റ് ചെയ്യുന്നത് ഒരു കോമൺ സീക്രട്ട് കെ വെച്ചിട്ടായിരിക്കും. അപ്പം നമുക്ക് വൈ എന്ന സൈഫർ ടെക്സ്റ്റ് കിട്ടും. റിസീവർ എൻഡിൽ റിസീവർ ആ സൈഫർ ടെക്സ്റ്റ് റിസീവ് ചെയ്തു, അതിനെ കെ എന്നുള്ള കോമൺ സീക്രട്ടും ഡീക്രിപ്ഷൻ അൽഗോരിതം യൂസ് ചെയ്ത് തിരിച്ച് പ്ലെയിൻ ടെക്സ്റ്റ് ആക്കി എടുത്തു. ഈ കോമൺ സീക്രട്ട് ഷെയർ ചെയ്യാൻ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മൾ പല മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാനുണ്ട്. ഇനി നമ്മൾ ക്രിപ്റ്റോഗ്രഫിയിൽ പല ഓപ്പറേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ, ട്രാൻസ്പോസിഷൻ,
അങ്ങനെ പല ഓപ്പറേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ടായിരിക്കും. ആ പ്ലെയിൻ ടെക്സ്റ്റിലെ ഓരോ ലെറ്ററിനെയും നമ്മൾ മറ്റൊരു ലെറ്റർ അല്ലെങ്കിൽ ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു സിമ്പൽ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. ഇനി നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റിനെ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ സൈഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ ഒരു പെർമ്യൂട്ടഡ് ഫോം ആയിരിക്കും. അതിനാണ് ട്രാൻസ്പോസിഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡോ അല്ലെങ്കിൽ ട്രാൻസ്പോസിഷനോ അത് രണ്ടും സിംഗിളായിട്ട് യൂസ് ചെയ്താൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ എഫിഷ്യൻസി ഇത് രണ്ടും ഒന്നിച്ച് യൂസ് ചെയ്താൽ കിട്ടും. അതിനാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്തു, അതിന് ശേഷം ഒരു ട്രാൻസ്പോസിഷൻ അപ്ലൈ ചെയ്തു, അങ്ങനെയാണെങ്കിൽ അതിനെ പ്രൊഡക്റ്റ് എന്ന് പറയും. നേരത്തെ നമ്മൾ പറഞ്ഞു നമുക്ക് കീയുടെ ബേസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒരു കീ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ സിമെട്രിക് എന്നും, 2 കീ ഉണ്ടെങ്കിൽ അതിനെ പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റം എന്നും പറയും. ഇനി നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റിനെ പ്രോസസ്സ് ചെയ്യുന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതായത് പ്ലെയിൻ ടെക്സ്റ്റിനെ അതിൽ ഓരോ ബൈറ്റ് ബൈ ബൈറ്റ് എടുത്തിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ സ്ട്രീം സൈഫർ എന്നും, ഇനി ആ മൊത്തം മെസ്സേജിനെ പല ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്ത് ആ ഒരു സിംഗിൾ ബ്ലോക്കിൽ ഓരോ സിംഗിൾ ബ്ലോക്കിലും നമ്മൾ എൻക്രിപ്ഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെ ബ്ലോക്ക് സൈഫർ എന്നും പറയും. ഇനി ക്രിപ്റ്റനാലിസിസ്, അതായത് നമുക്ക് ഒബ്ജക്റ്റീവ് ടു റിക്കവർ കീ നോട്ട് ജസ്റ്റ് മെസ്സേജ്. അത് നമുക്ക് 2 തരത്തിൽ ചെയ്യാം, ക്രിപ്റ്റനാലിറ്റിക് അറ്റാക്ക് അല്ലെങ്കിൽ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്. ഫസ്റ്റ് എന്ന് പറയുന്നത് സൈഫർ ടെക്സ്റ്റ് ഓൺലി. ഇവിടെ നമുക്കറിയാവുന്നത് സൈഫർ ടെക്സ്റ്റും അൽഗോരിതമാണ്. അതിൽ നിന്ന് നമ്മൾ കീയും പ്ലെയിൻ ടെക്സ്റ്റും കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. അതാണ് അവിടെ സൈഫർ ടെക്സ്റ്റ് ഓൺലിയിൽ ചെയ്യുന്നത്. നോൺ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റും സൈഫർ ടെക്സ്റ്റും അറിയാം, നമ്മൾ കീ ആണ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. ഇനി ചോസൺ പ്ലെയിൻ ടെക്സ്റ്റ് ആണെങ്കിൽ നമ്മൾ റാൻഡം പ്ലെയിൻ ടെക്സ്റ്റ് എടുത്തു, കറസ്പോണ്ടിങ് സൈഫർ ടെക്സ്റ്റും കീയും കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ഇനി ചോസൺ സൈഫർ ടെക്സ്റ്റ് ആണെങ്കിൽ നമ്മൾക്കൊരു റാൻഡം സൈഫർ ടെക്സ്റ്റ് ഉണ്ട്, അതിൽ നിന്ന് പ്ലെയിൻ ടെക്സ്റ്റും അതിൻ്റെ ഹിഡൻ സീക്രട്ടും കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ഇത് നോർമലി യൂസ് ചെയ്യുന്നത് പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റത്തിനകത്താണ്. ഇനിയുള്ളത് ബ്രൂട്ട് ഫോഴ്സ് സെർച്ച്. ബ്രൂട്ട് ഫോഴ്സ് സെർച്ച് എന്ന് പറയുന്നത് ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പോലെയാണ്. അതായത് നമ്മൾ എല്ലാ പോസിബിൾ കീകളും കീയുടെ എല്ലാ പോസിബിലിറ്റീസും നമ്മൾ ട്രൈ ചെയ്തു നോക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ടേബിളിനകത്ത് നമുക്കത് കാണാം. അതായത് കീ സൈസ് 32 ബിറ്റ് ആണെങ്കിൽ നമുക്ക് എത്ര പോസിബിലിറ്റി ഉണ്ടായിരിക്കും? 2⁻32. ഈ ഒരു ഡീക്രിപ്ഷൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 35.8 മിനിറ്റ് ആണ്. അപ്പം ഈ മൊത്തം 2⁻32 എത്ര എടുക്കും? അതാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ ഓരോ ഡിഫറെൻറ്റ് കീ സൈസിൻ്റെയും പോസിബിലിറ്റീസാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇവിടെ അറ്റാക്ക് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു കീ സൈസ് ആണ്. ഇനി ക്ലാസിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫേഴ്സ്. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫേഴ്സ്, പലതരത്തിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫേഴ്സാണ് കാണാൻ പോകുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? വേർ ലെറ്റേഴ്സ് ഓഫ് പ്ലെയിൻ ടെക്സ്റ്റ് ആർ റീപ്ലേസ്ഡ് ബൈ അതർ ലെറ്റേഴ്സ് ഓർ ബൈ നമ്പേഴ്സ് ഓർ സിമ്പിൾസ്. നമ്മൾ പറഞ്ഞു പ്ലെയിൻ ടെക്സ്റ്റിലെ ഓരോ ലെറ്ററിനെയും നമ്പറോ ലെറ്ററോ സിമ്പിളോ വെച്ച് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഓരോ സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫേഴ്സും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സീസർ സൈഫർ ആണ്. ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാം ഇതെന്താണെന്ന്. ഫസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ പ്ലെയിൻ ടെക്സ്റ്റ് നോക്കാം. മീറ്റ് മീ ആഫ്റ്റർ ദി ടോഗ പാർട്ടി. ഇതാണ് പ്ലെയിൻ ടെക്സ്റ്റ്. ഇവിടെ നമ്മൾ സീസർ സൈഫറിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ലെറ്ററിനെയും പ്ലെയിൻ ടെക്സ്റ്റിൽ ഓരോ ലെറ്ററിനെയും അതിൻ്റെ 3rd ലെറ്റർ വെച്ചിട്ട് ആ ലെറ്റർ കഴിഞ്ഞിട്ടുള്ള 3rd ലെറ്റർ ആൽഫബറ്റിക് ഓർഡറിൽ എഴുതുമ്പം അതിൻ്റെ 3rd ലെറ്റർ വെച്ച് റീപ്ലേസ് ചെയ്യാം. അങ്ങനെയാണ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫർ വർക്ക് ചെയ്യുന്നത്. അതായത് എം കഴിഞ്ഞ് NOP വെച്ച് റീപ്ലേസ് ചെയ്തു. ദെൻ ഇ കഴിഞ്ഞിട്ട് FGH വെച്ച് റീപ്ലേസ് ചെയ്തു. അങ്ങനെ ഓരോ ലെറ്ററിനെയും അതിൻ്റെ 3rd ലെറ്റർ വെച്ച് റീപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെ കാണിച്ചേക്കുന്നത് നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ എഴുതി
അതിൻ്റെ തേർഡ് ലെറ്റർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യേണ്ട ലെറ്റേഴ്സ് വെച്ച് നെക്സ്റ്റ് നമ്മൾ എഴുതി. പിന്നെ ഓരോ ലെറ്ററിനെയും അതിനെ മാത്തമാറ്റിക്കലി നമ്മൾ നമ്മൾ 0 സ്റ്റാർട്ട് ചെയ്ത് Z25 എൻഡ് ചെയ്തു, അങ്ങനെ എഴുതി. ഇനി സീസർ സൈഫറിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനാണ് കാണിക്കുന്നത്. അതായത് P+K മോഡ് 26. അങ്ങനെയാണ് സീസർ സൈഫർ വർക്ക് ചെയ്യുന്നത്. P എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ടെക്സ്റ്റ്. ഇപ്പം പ്ലെയിൻ ടെക്സ്റ്റ് സപ്പോസ് A ആണെങ്കിൽ 0+K എന്ന് പറഞ്ഞത് 3 ആയിട്ട് നമ്മൾ എടുത്തു. ഇവിടെ 0+3 മോഡ് 26, അതായത് 3 തന്നെ വരും. 3 എന്ന് പറയുന്നത് D ആണ്. A നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് D വെച്ചിട്ടാണ്. അങ്ങനെയാണ് സൈഫർ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി പ്ലെയിൻ ടെക്സ്റ്റ് സൈഫർ ടെക്സ്റ്റിന് റിട്രീവ് ചെയ്യുന്നത് അതായത് ഡീക്രിപ്ഷൻ പ്രോസസ്, അതായത് സൈഫർ ടെക്സ്റ്റ് കോൺസ്റ്റന്റ് മോഡ് 26. ഇനി നമുക്ക് സീസർ സൈഫറിൻ്റെ ക്രിപ്റ്റനാലിസിസ് നോക്കാം. ഇവിടെ നമുക്ക് എക്ക് 26 ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് ആണുള്ളത്. A to Z പോസിബിലിറ്റീസ് ആണ് നമുക്കുള്ളത്. ഇനി മോണോ ആൽഫബറ്റിക് സൈഫർ. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ സീസർ സൈഫറിൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഫിക്സഡ് ആയിട്ടുള്ള ഒരു ലെറ്റർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക ചെയ്തത്. അതായത് എല്ലാ ലെറ്ററിനും അതിൻ്റെ തേർഡ് ലെറ്റർ വെച്ച് റീപ്ലേസ് ചെയ്യുക ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, നമുക്ക് റാൻഡം ആയിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കും ഓരോ ലെറ്ററിനും ഒരു റാൻഡം ലെറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ജസ്റ്റ് അത് സെയിം സീസർ സൈഫറിൻ്റെ അതേപോലെ തന്നെ, പക്ഷേ റാൻഡം ലെറ്ററാണ്. ഇവിടെ A D വെച്ച് റീപ്ലേസ് ചെയ്തു, B K വെച്ച്, അങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചു. എന്നിട്ട് ഇതാണ് പ്ലെയിൻ ടെക്സ്റ്റ്. ഈ പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഐനെ W വെച്ചിട്ട്, IW വെച്ച്, Fനെ I വെച്ചിട്ട്, അങ്ങനെ നമ്മൾ കാണിച്ചു. ഇവിടെ വരുന്ന ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ 26 ഫാക്ടോറിയൽ പോസിബിലിറ്റീസ് ഉണ്ട് കേസിന്. പക്ഷേ ഇവിടെ ഇഷ്യൂ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇഷ്യൂ. അതായത് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ചില ലെറ്റേഴ്സ് ഒത്തിരി യൂസ് ചെയ്യുന്നുണ്ട്. ലെറ്റേഴ്സിൻ്റെ ഫ്രീക്വൻസി വെച്ച് നമുക്ക് അതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇംഗ്ലീഷിൽ E, T, I, O, A, S ഈ ലെറ്റേഴ്സ് ഒരുപാട് യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സാണ്. സോ നമുക്ക് ഇതാണ് ഇംഗ്ലീഷ് ലെറ്ററിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ നമുക്കൊരു സൈഫർ ടെക്സ്റ്റ് കിട്ടിയാൽ ഇത് ഗിവൺ സൈഫർ ടെക്സ്റ്റ് ആണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ലെറ്റർ വെച്ചിട്ട്, അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത് Pയും Z ആണ്. അപ്പം നമ്മൾ ഇവിടെ നോക്കുക, ഇതിനകത്ത് ഇതുമായിട്ട് മാച്ച് ചെയ്ത് നോക്കാം. അതേ ഫ്രീക്വൻസിയിൽ വരുന്ന ലെറ്റർ ഏതാന്ന് നോക്കുക. Pയും Z വെച്ച് നമുക്ക് അത് പറയാൻ പറ്റും Eയും Tയും ആണെന്ന്. ZW എന്ന് നമുക്ക് ഈ ഫ്രീക്വൻസി വെച്ച് പറയാൻ പറ്റും Tയും Hയും ആണെന്ന്. അപ്പം ZWP എന്ന് പറയുന്നത് ഇതാന്നായിരിക്കും എന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ക്രിപ്റ്റനാലിസിസ് പോസിബിൾ ആണ്. ഇനി പറയുന്നത് പ്ലേഫെയർ സൈഫറാണ്. ഇവിടെ നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റിനെ പെയറായിട്ട് എടുത്തിട്ടാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത്. എക്സാമ്പിൾ വെച്ച് നോക്കാം നമുക്കിതും. ഇവിടെ നമുക്കൊരു 5x5 മാട്രിക്സ് ഉണ്ടായിരിക്കും. നമുക്കൊരു കീവേഡ് ഉണ്ടായിരിക്കും. ആ കീവേഡിനെ നമ്മൾ ആദ്യം മെട്രിക്സ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യും. അതായത് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് മൊണാർക്കി എന്നുള്ള കീവേഡാണ്. MONARCHY. ആ മൊണാർക്കി എന്നുള്ളത് നമ്മൾ ഈ 5x5 മാട്രിക്സിൽ റെപ്രസെൻ്റ് ചെയ്തു. അതിനുശേഷം ബാക്കി വരുന്ന ആൽഫബറ്റ്സ്, അതായത് A യൂസ് ചെയ്തു, സോ B, C യൂസ് ചെയ്തു, സോ D, E യൂസ് ചെയ്തു, F യൂസ് ചെയ്തു, G യൂസ് ചെയ്തു, H നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട്, സോ അതില്ല. പിന്നെ ഉള്ളത് IJ നമ്മൾ സിംഗിൾ ലെറ്റർ ആയിട്ടാണ് എടുക്കുന്നത്. ദെൻ K, L, M യൂസ് ചെയ്തിട്ടുണ്ട്, N യൂസ് ചെയ്തിട്ടുണ്ട്, P, Q, R യൂസ് ചെയ്തിട്ടുണ്ട്, S, T, U, V, W, X, Y യൂസ് ചെയ്തിട്ടുണ്ട്, സോ Z. ബാക്കി ലെറ്റേഴ്സിന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. ആദ്യം മൊണാർക്കിയെ റെപ്രസെൻ്റ് ചെയ്തു, പിന്നെ അതിൽ ഇല്ലാത്ത ലെറ്റേഴ്സ് ബാക്കി ഫില്ല് ചെയ്തു ഈ 5x5 മാട്രിക്സ് ആയിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മെത്തേഡ് നോക്കാം. ഇതിൽ നിന്ന് എങ്ങനെയാണ്
പ്ലെയിൻ ടെക്സ്റ്റിൽ നിന്ന് എങ്ങനെയാണ് സൈഫർ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഡിഫറെൻറ്റ് റൂൾസ് ആയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഇഫ് എ പെയർ ഈസ് എ റിപ്പീറ്റഡ് ലെറ്റർ, അതായത് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിനകത്ത് ഒരു പെയർ നമ്മളെടുത്തു, ആ പെയറിനകത്ത് റിപ്പീറ്റഡ് ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഇൻസേർട്ട് ഫില്ലർ ലൈക്ക് എക്സ്, അതായത് ബലൂണിൽ എൽ ഒരു പെയറിനകത്ത് എൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ എല്ലിൻ്റെ ഇടയ്ക്ക് നമ്മൾ എക്സ് എന്നുള്ള ഫില്ലർ ആഡ് ചെയ്തു. ദെൻ നമ്മൾ പറയുന്നത് ഇഫ് ബോത്ത് ലെറ്റേഴ്സ് ഫോൾ ഇൻ ദ സെയിം റോ, അതായത് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിനകത്ത് എ ആർ എന്നുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അതായത് ഈ റോയ്ക്കകത്ത് വരുന്ന ഈ എ ആർ ഇതുണ്ടെങ്കിൽ നമ്മളെങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എയെ ആർ വെച്ചും ആറിനെ എം വെച്ചും, അതായത് റീപ്ലേസ് ഈച്ച് വിത്ത് ലെറ്റർ ടു റൈറ്റ്, അതിന് റൈറ്റിൽ വരുന്ന ലെറ്റർ വെച്ച് റീപ്ലേസ് ചെയ്യാം. ഇനി സെയിം കോളത്തിൽ വരികയാണെങ്കിൽ റീപ്ലേസ് ഈച്ച് വിത്ത് ലെറ്റർ ബിലോ ഇറ്റ്, അതായത് എൽ യു ആണെങ്കിൽ എല്ലിനെ യു വെച്ചും യുവിനെ എം വെച്ചും റീപ്ലേസ് ചെയ്യാം. ഇതൊന്നും അല്ലാത്തൊരു കേസാണെങ്കിൽ, അതായത് ഇപ്പം ബിയും പിയും ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന്, അങ്ങനെയാണെങ്കിൽ റീപ്ലേസ്ഡ് ബൈ ദ ലെറ്റർ ഇൻ ദ സെയിം റോ ആൻഡ് ഇൻ ദ സെയിം കോളം ഓഫ് ദി അതർ ലെറ്റർ ഓഫ് ദി പെയർ. അതായത് ബി പി ആണെങ്കിൽ ബി പിയെ എച്ചും എസും വെച്ച് ബിയും പിയും ബിയുടെ ഈ സെയിം റോയും കോളത്തിലും വരുന്ന എച്ചും എസും വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. ഇങ്ങനെയാണ് പ്ലേ5 സൈഫറിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ പെർഫോം ചെയ്യുന്നത്. സെക്യൂരിറ്റി ഓഫ് പ്ലേ5 സൈഫർ എന്ന് പറയുന്നത് വി ഹാവ് 26 × 26 676 ഡയഗ്രാം എന്ന് പറയുന്ന പെയറിനെയാണ്. നമ്മൾ നേരത്തെ കണ്ടതിനകത്ത് നമ്മൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സിൻ്റെ ആൽഫബറ്റിൻ്റെ ഫ്രീക്വൻസി വെച്ചിട്ടായിരുന്നു കണ്ടുപിടിച്ചത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മളൊരു ഡയഗ്രത്തിൻ്റെ ഒരു പെയറിൻ്റെ ഫ്രീക്വൻസിയാണ്. അതായത് വി വുഡ് നീഡ് എ 676 എൻട്രി ഫ്രീക്വൻസി ടേബിൾ ടു അനലൈസ്. സോ കുറച്ചുകൂടി സ്ട്രെങ്ത് കൂടുതലാണ് ഇവിടെ നമുക്ക്. ഇനി പോളി ആൽഫബറ്റിക് സൈഫേഴ്സ്, പോളി ആൽഫബറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫേഴ്സ്. നമ്മൾ മോണോ ആൽഫബറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫർ നേരത്തെ കണ്ടു. ഇവിടെ നമ്മൾ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു റാൻഡമായിട്ടൊരു ലെറ്റർ ഫിക്സ് ചെയ്തു, അത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക ചെയ്തിരുന്നത് മോണോ ആൽഫബറ്റിക് സൈഫറിൽ. ഇനി ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന പോളി ആൽഫബറ്റിക് സൈഫറാണ്. ഇവിടെ നമുക്ക് സെക്യൂരിറ്റി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. കാരണം ഓരോ ലെറ്ററിനും നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അത് ഏത് ലെറ്റർ വെച്ചിട്ടാണോ റീപ്ലേസ് ചെയ്യേണ്ടത്, അതായത് ഈന് ഒരു ടൈം നമ്മൾ ടി വെച്ച് റീപ്ലേസ് ചെയ്തു, ചിലപ്പോൾ അത് യു വെച്ച് റീപ്ലേസ് ചെയ്യും. ഏത് വെച്ചാണോ റീപ്ലേസ് ചെയ്യേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്ന കീനനുസരിച്ചിട്ടാണ്. സോ ഒരു ലെറ്ററിന് മൾട്ടിപ്പിൾ റീപ്ലേസ്മെൻറ്റ് വരുന്നുണ്ട്, മൾട്ടിപ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുന്നുണ്ട്. നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കാം. ഫസ്റ്റ് പോളി ആൽഫബറ്റിക് പറഞ്ഞത് വിജിനർ സൈഫറാണ്. ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമുക്കൊരു പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ട്, ഒരു സൈഫർ ടെക്സ്റ്റ് ഉണ്ട്. ഈ പ്ലെയിൻ ടെക്സ്റ്റിനെ ഈ സൈഫർ ടെക്സ്റ്റ് ഒരു പ്ലെയിൻ ടെക്സ്റ്റും ഉണ്ട്, ഒരു കീ ഉണ്ട്. ഈ സൈഫർ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത് ഈ പ്ലെയിൻ ടെക്സ്റ്റിലെ കീയിൽ ഏത് ലെറ്റർ വെച്ചിട്ടാണോ അതിനെ റീപ്ലേസ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ടാണ്. അതായത് നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റിന് നമ്മൾ നമ്പർ ചെയ്തു, അത് കഴിഞ്ഞിട്ട് കീനും നമ്പേഴ്സ് വെച്ച് റെപ്രസെൻ്റ് ചെയ്തു. എന്നിട്ട് സെയിം സീസർ സൈഫറിൻ്റെ അതേ മെത്തേഡ്, അതായത് നമ്മൾ ആ ഒരു കെ എന്നുള്ള കോൺസ്റ്റൻറ്റ് വെച്ച് ആഡ് ചെയ്ത് മോൾ 26, അതായത് 22 + 3 25. അപ്പം നമുക്ക് ഇസെഡ് ആണെന്ന് പറയാൻ പറ്റി. ഇനി നമുക്കിവിടെ നോക്കാം. ഇവിടെ ഒരു ടൈം ഈനെ നമ്മൾ ടി ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അത് ഡിസൈഡ് ചെയ്തത് ഈ പി എന്നുള്ള കീവേഡിലെ ലെറ്ററാണ്. ഇനി നമുക്ക് നോക്കാം, വേറൊരു ടൈമിൽ ഈനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എം വെച്ചിട്ടാണ്. അത് ഡിസൈഡ് ചെയ്തത് ഐ എന്നുള്ള ആ നമ്മുടെ ഡിഫൈൻഡ് ആയിട്ടുള്ള കീയിലെ ലെറ്റർ വെച്ചിട്ടാണ്.
അതാണ് നമ്മൾ പറയുന്നത്, നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റിൽ ഓരോ ലെറ്ററിനും മൾട്ടിപ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. അത് ഡിസൈഡ് ചെയ്യുന്നത് ഏത് കീ ആണ് യൂസ് ചെയ്യുന്നതിൻ്റെ ബേസിലാണ്. ഇനി ഓട്ടോ കീ സൈഫർ, അതായത് വിജനർ സൈഫറിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ്. വിജനർ സൈഫറിൽ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഒരു കീ ഉണ്ടെങ്കിൽ ആ കീനെ നമ്മുടെ ഫുൾ പ്ലെയിൻ ടെക്സ്റ്റ് കഴിയുന്നത് വരെ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യുക ചെയ്യുന്നത്. അതിനു പകരം ഇവിടെ നമ്മൾ നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ പ്രിഫിക്സ് ആയിട്ട് ആ കീ ആഡ് ചെയ്തിട്ട് അതാണ് പുതിയ കീ, ആ കീ വെച്ചിട്ടാണ് എൻസൈഫർ ചെയ്യുന്നത്. നമ്മുടെ ആ കീ യൂസ് ചെയ്തു, അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിനെ ആഡ് ചെയ്തു, എന്നിട്ട് ഇത് വെച്ച് നമ്മൾ എൻസൈഫർ ചെയ്തു. ഇനിയെന്ന് പറയുന്നത് വൺ ടൈം പാഡ്, അതായത് OTP, നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന OTP. ഇവിടെ നമുക്ക് ഒരു മെസ്സേജിന് ഒരു OTP വെച്ചിട്ട് നമ്മൾ എൻസൈഫർ ചെയ്യും. നെക്സ്റ്റ് മെസ്സേജിന് നെക്സ്റ്റ് OTP. കീ റിപ്പീറ്റ് ചെയ്യുന്നേ ഇല്ല, മാത്രമല്ല കീ റാൻഡം ആയിരിക്കും. സോ സെക്യൂർ ആണ് മച്ച് മോർ. ഇവിടെ ഇഷ്യൂ എന്ന് പറയുന്നത് ജനറേഷൻ ആൻഡ് സേഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കീ ആണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ട്രാൻസ്പോസിഷൻ സൈഫേഴ്സ് ആണ്. ഇതുവരെ നമ്മൾ കണ്ടത് സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫേഴ്സ് ആണ്. അതായത് നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റിലെ ഓരോ ലെറ്ററിനെയും മറ്റൊരു ലെറ്ററോ സിമ്പലോ നമ്പറോ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. ഇനി കാണാൻ പോകുന്നത് ട്രാൻസ്പോസിഷൻ സൈഫറാണ്. അതായത് നമ്മൾ നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിനെ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുക. അതായത് സൈഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു പെർമ്യൂട്ടഡ് ഫോം ആയിരിക്കും പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റെയിൽ ഫെൻസ് സൈഫറാണ്. അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മെസ്സേജിനെ മീറ്റ് മീ ആഫ്റ്റർ ദി ടോഗ പാർട്ടി, അത് തന്നെയാണ് ഇവിടെ ആ മെസ്സേജ്. ഇതിനെ നമ്മൾ ഡയഗണലി റെപ്രസെൻ്റ് ചെയ്തിട്ട് റോ വൈസ് റീഅറേഞ്ച് ചെയ്തു. അതാണ് റെയിൽ ഫെൻസ് സൈഫറിൽ വരുന്നത്. ഇനി വരുന്നത് റോ ട്രാൻസ്പോസിഷൻ സൈഫറാണ്. ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ മെസ്സേജിനെ റോ വൈസ് റെപ്രസെൻ്റ് ചെയ്തു, എന്നിട്ട് കോളം വൈസ് റീഡ് ചെയ്തു. ഇവിടെ കീ എന്ന് പറയുന്നത് ഏത് ഓർഡറിലാണോ കോളം റീഡ് ചെയ്യേണ്ടത് അതിനെയാണ് കീ എന്ന് പറയുന്നത്. ഇവിടെ 4 3 1 2 5 6 7, അതായത് ഈ തേർഡ് റോ ആണ് ആദ്യം വായിക്കേണ്ടത്. അങ്ങനെ സൈഫർ ടെക്സ്റ്റ് ഉണ്ടാക്കിയേക്കുന്നത്. ഇനി പ്രൊഡക്റ്റ് സൈഫർ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിംഗിളായിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷനോ ട്രാൻസ്പോസിഷനോ യൂസ് ചെയ്തതിനേക്കാളും ഇത് ഒന്ന് ഫോളോ ചെയ്ത് അടുത്തത് വരുമ്പം സബ്സ്റ്റിറ്റ്യൂഷൻ ഫോളോഡ് ബൈ ട്രാൻസ്പോസിഷൻ മേക്ക് ന്യൂ ആൻഡ് മച്ച് ഹാർഡർ സൈഫർ. അതാണ് നമ്മളെ പ്രൊഡക്റ്റ് സൈഫറിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റോട്ടർ മെഷീനാണ്. റോട്ടർ മെഷീൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ എൻക്രിപ്ഷനാണ്. ഇവിടെ റോട്ടർ മെഷീനകത്ത് കുറേ സിലിണ്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഓരോ സിലിണ്ടറും ഒരു എൻക്രിപ്ഷൻ കൊടുക്കും. ഫസ്റ്റ് ഒരു എൻക്രിപ്ഷൻ പെർഫോം ചെയ്യും, അതിനുശേഷം അടുത്തത്, അങ്ങനെ ഓരോ സിലിണ്ടറും ഓരോ എൻക്രിപ്ഷൻ, അതായത് ഓരോ സബ്സ്റ്റിറ്റ്യൂഷൻ പെർഫോം ചെയ്യും. അതായത് 3 സിലിണ്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ, പിന്നെ അടുത്തൊരു സബ്സ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ 3 എൻക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്യും. അപ്പം ഒരു സിലിണ്ടറിനകത്ത് നമുക്ക് 26 ഇൻപുട്ട് പിന്നും 26 ഔട്ട്പുട്ട് പിന്നുമാണുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇൻറ്റേർണൽ വയറിങ്ങും ഉണ്ട്. സോ 3 സിലിണ്ടർ എന്ന് പറയുമ്പം 26⁻³ അത്രയും ആൽഫബറ്റ്സ് പോസിബിൾ ആണ്. ഇനി നമ്മൾ കാണാം, ഇതാണ് ഒരു റോട്ടർ മെഷീൻ്റെ ഫിഗർ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റെഗനോഗ്രഫിയാണ്. സ്റ്റെഗനോഗ്രഫി എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റീവ് ടു എൻക്രിപ്ഷൻ, ഹൈഡ് എക്സിസ്റ്റൻസ് ഓഫ് മെസ്സേജ് യൂസിങ് ഓൺലി എ സബ്സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഓർ വേർഡ്സ് ഇൻ എ ലോങ്ങർ മെസ്സേജ് മാർക്ക്ഡ് ഇൻ സം വേ. അതായത് നമുക്കൊരു 10 ലെറ്റർ മെസ്സേജാണുള്ളതെന്ന് വിചാരിക്കാം. അതിനെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ചിലപ്പോൾ ഒരു പാരഗ്രാഫായിട്ട് റെപ്രസെൻ്റ് ചെയ്യും. അതായത് ഈ 10 ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ആ പാരഗ്രാഫിൽ ഓരോ വേർഡിൻ്റെയും ഫസ്റ്റ് ലൈനായിരിക്കും. അങ്ങനെ പല ടെക്നിക്സ് യൂസ് ചെയ്യുക. അതായത് ഇൻവിസിബിൾ ഇങ്ക്, അതായത് നമ്മൾ വെളിച്ചത്തോട് പിടിച്ചാൽ കാണുള്ളൂ, അല്ലെങ്കിൽ മെഴുകുതിരിയിൽ കാണിച്ചാലേ കാണുള്ളൂ, അങ്ങനെയൊക്കെ പല രീതിയിൽ പല ടെക്നിക്ക് ഉപയോഗിച്ച് മെസ്സേജ് പാസ് ചെയ്യാം. ഹൈഡിങ് ഇൻ LSB ഇൻ ഗ്രാഫിക് ഇമേജ് ഓർ സൗണ്ട് ഫയൽ, ഇതെല്ലാമാണ് സ്റ്റെഗനോഗ്രഫിയിൽ വരുന്നത്. പക്ഷെ ഇതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഹൈ ഓവർ ഹെഡ് ടു
hide relatively few information bits.